ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഭിനയ വില. അപ്പോൾ നമ്മുടെ ഗീഫേ നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കളർസ് ഇട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം എന്താണ് ഞാൻ വാങ്ങിയത് വേറെ ആയിരുന്നു. എനിക്കത് ഓൺലൈനിൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് തന്നു. 2 വിന്നേഴ്സിനെ ഞാൻ തിരഞ്ഞെടുത്ത 2 വിന്നേഴ്സിനും. ആ 2 വിന്നേഴ്സ് ആരൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ ചോക്ലേറ്റും നോട്ട്ബുക്ക്, കുറച്ച് ചോക്ലേറ്റ്സും, 5 സ്റ്റാർ മീഡിയം അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും, പിന്നെ ഒരു നോർമൽ അടുപ്പം, അങ്ങനെ 2 വിന്നേഴ്സ് ഫസ്റ്റും സെക്കൻഡായിട്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തു. ഫ്രീ കൊടുത്തു. അതുപോലെ വീണ്ടും ഒരു ഗീവ് അവേ ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഗീവേക്കും ആ ഗീവ് അവേനെ കാട്ടി അതുക്കും മേലെ റൂൾസാണുള്ളത്. ഈ റൂൾസ് നിങ്ങൾ കണ്ടന്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും തന്നത്. അപ്പം ഞാൻ റൂൾസ് ഇതിൽ പറയാമെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ആ റൂൾസ് എല്ലാം നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇത്തവണ 2 ഗിഫ്റ്റ്സാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കത് ഞാൻ വാങ്ങി. ബാക്കി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ വിചാരിച്ചില്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ഗിഫ്റ്റ്. എന്താണ്? ഫാം അനിമൽസ് 9 സെറ്റിൻ്റെ ഒരു കിഡ്സിൻ്റെ ഒരു പസിൽസാണ്. കണ്ടോ, സൂപ്പറാണ്. ഞാൻ കളിച്ചെന്നല്ല, ഞാൻ എന്താണെന്ന് വാങ്ങിക്കാൻ ഒരു ആകാംക്ഷയിൽ വാങ്ങിച്ചു. പക്ഷെ കടക്കാരിൽ നമ്മൾ തുറന്നു നോക്കിയില്ല. ബട്ട് ഞാൻ വീട്ടിൽ തുറന്നു അടിപൊളി, വളരെ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പ്രൈസ് ഇപ്പോഴത്തെ ഹിറ്റായിട്ടിരിക്കുന്ന, എന്നുവെച്ചാൽ ഇപ്പോഴത്തെ എല്ലാം നമ്മളെ എന്തെടുത്ത് ഗീവ് ഒക്കെ അല്ലല്ലോ ഒരു കവായി സ്റ്റിക്കേഴ്സ്. അപ്പം ഞാൻ കവായി സ്റ്റിക്കേഴ്സും കൂടെയാണ് കൊടുക്കുന്നത്. ഇതും ഒരു നല്ല കവായി സ്റ്റിക്കേഴ്സ്. സെക്കൻഡ് പ്രൈസിനാക്കാണ് ഞാൻ കവായി സ്റ്റിക്കർ കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഗീവേഴ്സുള്ള ഡേറ്റ് ഞാൻ പറയില്ല, കാരണം എൻ്റെ യൂട്യൂബ് ചാനലിപ്പോൾ ഏകദേശം 1.5670 ആവാൻ, പക്ഷെ 1.57 ആവാൻ എനിക്ക് ഒരു സബ്സ്ക്രൈബും കൂടെ മതിയെങ്കിലും, ബട്ട് എനിക്ക് 2K ആവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. ഇപ്പോൾ കറക്റ്റ് 2K ആവണമെന്നില്ല, ഒരു 1.50 1.56 ആണ്. പക്ഷേ 1569 എന്തുകൊണ്ടൊക്കെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരണം. 1900 എന്ന് വെച്ചാൽ 1.99K ആക്കി തന്നെ കൊള്ളായിരുന്നു. ഒരു സബ്സ്ക്രൈബറും കൂടെ അല്പം, ഒരു 10 സബ്സ്ക്രൈബർ കൂടെ 2K ആവും. ഇപ്പോൾ 1.98 സംതിങ് അപ്പം ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങളിത് കുറേ പേർക്ക് ഷെയർ ചെയ്യണം. അന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പറ്റും, ഒരാൾ പോലും ഷെയർ ചെയ്തില്ല, കുറച്ച് പേര് ഷെയർ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ താഴെ ഒരു ജിമെയിൽ കൊടുക്കാം. അതാണ് എൻ്റെ ജിമെയിൽ. അതാണ് ആ ജിമെയിലിലോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയോ ഞാൻ കൊടുക്കാം. കൂടുതലും ജിമെയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എനിക്ക് ഷെയർ ചെയ്ത അക്കൗണ്ട് സ്ക്രീൻഷോട്ട് കുഴപ്പമില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് ഞാൻ തരുന്ന ചിലപ്പോൾ ഇമെയിൽ അക്കൗണ്ട് മെയിലായിരിക്കും, അല്ലെങ്കിൽ ജിമെയിലിൻ്റെ മെയിൽ അക്കൗണ്ടിൻ്റെ മെയിൽ ID ആയിരിക്കും ഞാൻ തരുന്നത്. അപ്പോൾ ഏതിൻ്റെ ആയി തന്നാൽ അതിൽ നിങ്ങൾ എനിക്ക് അയച്ച നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കമൻസിൽ, ആ വീഡിയോയിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരാൾക്ക് വേണ്ടിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് റൂളുണ്ട്, ഈ കമൻസും ഷെയറും ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കമൻസും ഷെയറും ചെയ്താൽ മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബറും കൂടെ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾക്കിത് പറയാം, ഒരു അടിപൊളി. അപ്പം നിങ്ങൾ എത്ര വേഗം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു അത്ര വേഗം ഞാൻ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കും. ഓക്കെ, ഇപ്പം എൻ്റെ സബ്സ്ക്രൈബറിൽ ഏറ്റവും ലോ സ്പീഡിലാണ് പോകണമെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം എനിക്ക് 10 വർഷം കഴിഞ്ഞപ്പോൾ യാപ്പെട്ട് ഞാൻ കൊടുക്കും. അങ്ങനെ ഞാൻ പറയുന്ന സബ്സ്ക്രൈബേഴ്സിന് അത്രയായിരിക്കും, കുറച്ചെങ്കിലും എത്തിയാൽ മതി. പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, അതാണ് ഏറ്റവും മെയിൻ ഘടകമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കരുത് ആരും, പ്ലീസ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഏതെങ്കിലും ഡൗട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ
ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമല്ലോ കമൻറ്റ് ബോക്സിൽ. അത് വാട്സപ്പ് നിങ്ങൾ ഡൗട്ട് കേൾക്കുക. ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ താഴെ ഡൗട്ട് എന്ന് വന്ന് എഴുതണം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.